മക്കളെ, ഇന്ന് നമുക്ക് പ്രേം കെ സിവ ആർ കുച്ച് നഹീം എന്ന ചാപ്റ്ററിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ അഭിപ്രായപ്പെട്ടതിനനുസരിച്ചാണ് ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻ്റെ, അതായത് എക്സാം ക്വസ്റ്റ്യൻ്റെ ക്ലാസ് ചെയ്യുന്നത്. എല്ലാവരും ക്ലാസ് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കാം. ലാലചി ലോഗ് ഏക് ദൂസരെ പർ വിശ്വാസ് കർത്തേ ഹെ. ലാലജി പറഞ്ഞ അത്യാഗ്രഹികൾ, അത്യാഗ്രഹികളായിട്ടുള്ള ആളുകൾ. ലാലജി ലോഗ്, ലോഗ് പറഞ്ഞ ജനങ്ങൾ. അപ്പോൾ അത്യാഗ്രഹികളായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ. ഏക് ദൂസരെ പർ വിശ്വാസ് കർത്തേ ഹെ, അവർ പരസ്പരം വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത്യാഗ്രഹികൾ പരസ്പരം വിശ്വസിക്കുന്നു. ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലേ? ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് എഴുതേണ്ടത്. സഹി ഹേ യാ ഗലത്ത് എന്നാണ് തന്നത്. സഹി എന്ന് പറഞ്ഞാൽ ശരി, ഗലത്ത് പറഞ്ഞാൽ തെറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്? ഗലത്താണ് അല്ലേ? ഉത്തരം എന്താണ്? ഗലത്ത്, തെറ്റാണ്. അടുത്തത്, പ്രേം കെ സിവ ആർ കുച്ച് നഹീം കിസ്കി ഡയറി ഹേ. പ്രേം കെ സിവ ആർ കുച്ച് നഹീം എന്നത് ആരുടെ ഡയറിയാണ് എന്നാണ് അടുത്ത ചോദ്യം. ആരുടെ ഡയറിയാണ്? പ്രേംചന്ദ് കി, സിറാജ് ഹുസൈൻ കി, മഹാദേവി വർമ്മ കി, ജസിന്ത കർക്കറ്റ കി. ആരുടേതാണ്? ജസിന്ത കർക്കറ്റ കി അല്ലേ? ആരുടെ ഡയറിയാണ്? ജസിന്ത കർക്കറ്റ. ഡയറി കി താരിഖ് കോൺസി ഹേ. ഈ ഡയറിയിൽ ഒരു ഡേറ്റ് പറയുന്നുണ്ട്. ഈ ഡയറിയിൽ പറയുന്ന ഡേറ്റ് ഏതാണ്? ഡയറി കി താരിഖ് കോൺസി ഹേ. ഡയറി കി താരിഖ് പറഞ്ഞ ഡേറ്റ് ഏതാണ്? കോൺസി ഹേ ഏതാണ്? 12 മെയ് 2022, 26 ആഗസ്റ്റ് 2022, 27 ജൂൺ 2022, 29 ജൂലൈ 2022. അങ്ങനെയാണ് ഇവിടെ ചോയ്സ് തന്നിരിക്കുന്നത്. അതിലുള്ള ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? 27 ജൂൺ 2022. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് നോക്കാം. റിംസ് കഹാം ഹേ. റിംസ് എവിടെയാണ്? റിംസ് എന്ന ഹോസ്പിറ്റൽ നമ്മൾ പഠിച്ചല്ലേ? റിംസ് ഹോസ്പിറ്റലിനെ കുറിച്ചാണ് നമ്മൾ ഈ ഡയറിയിൽ പറയുന്നത്. ഹോസ്പിറ്റൽ നടക്കുന്ന കാര്യങ്ങൾ, ഹോസ്പിറ്റലിൻ്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത് അല്ലേ? അപ്പം എന്താണ്? റിംസ് കഹാം ഹേ എന്നാണ് ചോദ്യം. കഹാം പറഞ്ഞ എവിടെ? കഹാ ഹേ എവിടെയാണ്? റിംസ് കഹാ ഹേ, റിംസ് എവിടെയാണ്? റിംസ് എവിടെയാണ്? ദില്ലി മേം, ചെന്നൈ മേം, ജാർഖണ്ഡ് മേം, മുംബൈ മേം. എവിടെയാണ് നമ്മൾ പഠിച്ചത്? ജാർഖണ്ഡ് മേ അല്ലേ? എവിടെയാണ്? ജാർഖണ്ഡ് മേം. എന്താണ് കറക്റ്റ് ആൻസർ? എന്താണ്? ജാർഖണ്ഡ്. ഉത്തരം ജാർഖണ്ഡ് മേം. റിംസ് എവിടെയാണ്? ജാർഖണ്ഡ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ജാർഖണ്ഡ് കാ സർക്കാരി അസ്പതാൽ കാ നാം ക്യാ ഹേ. ജാർഖണ്ഡിലെ സർക്കാർ ഹോസ്പിറ്റലിന്റെ പേര് എന്താണ്? എന്താണ്? റിംസ് അല്ലേ? എന്താണ്? റിംസ് ആണ് ജാർഖണ്ഡിലെ സർക്കാർ ഹോസ്പിറ്റലിന്റെ പേര്. ഇവിടെ തന്നിരിക്കുന്ന ആൻസർ എന്തൊക്കെയാണുള്ളത്? നിംസ്, റിംസ്, കിംസ്, ലിംസ്. ഏതാണ് ശരി? റിംസ് അല്ലേ? നിംസ് അല്ല, കിംസ് അല്ല, ലിംസും അല്ല. പിന്നെ ഏതാണ്? റിംസ്. റിംസ് ആണ് ജാർഖണ്ഡിലെ സർക്കാർ ഹോസ്പിറ്റലിന്റെ പേര്. അടുത്തത്, ലേഖിക അസ്പത്താൽ കെ കഥാർ മേം ക്യോം ഗഡി ദി. ലേഖിക ഹോസ്പിറ്റലിലെ ആ വരിയിൽ, കഥാർ പറഞ്ഞ വരി, ഹോസ്പിറ്റലിലെ കഥാർമേ വരിയിൽ, ക്യോം ഗഡി ദി എന്തിനാണ് നിന്നിരുന്നത്? ലേഖിക ഹോസ്പിറ്റലിൽ വരിയിൽ നിൽക്കുകയായിരുന്നു അല്ലേ? അപ്പൊ എന്തിനാണ് ലേഖിക വരിയിൽ നിന്നത് എന്നാണ് ചോദ്യം. ദവാലേനെ, ദവ പറഞ്ഞ മരുന്ന്, മരുന്ന് വാങ്ങിക്കാൻ. റിപ്പോർട്ട് ലേനെ, റിപ്പോർട്ട് വാങ്ങാൻ, റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആണ് അല്ലേ? ഏതാണ് ശരി? റിപ്പോർട്ട് ലേനെ. പർച്ചി ലേനെ, ടിക്കറ്റ് ലേനെ, അത് രണ്ടും ശരിയല്ല. ഏതാണ് ശരി? റിപ്പോർട്ട് ലേനെ. റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ലേഖിക ഹോസ്പിറ്റലിൻ്റെ ആ വരിയിൽ നിന്നത്. റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അടുത്ത ചോദ്യം,
अस्पताल में पैसे जमा करते वक्त വ്യക്തി के पास कितने रुपये कम എന്താ കം പറഞ്ഞാല് കുറവ് കം പറഞ്ഞാല് കുറവ് കം പढ़ रहे थे अस्पताल में पैसे जमा करते वक्त ഹോസ്പിറ്റലിൽ പൈസ അടയ്ക്കുന്ന സമയത്ത് വക്ത് സമയം ഹോസ്പിറ്റലിൽ പൈസ അടയ്ക്കുന്ന സമയത്ത് വ്യക്തി കെ പാസ് ഇവിടെ കെ എന്ന് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് കേട്ടോ പാസ് എന്നതാണ് വ്യക്തി കെ പാസ് കിത്തനെ രൂപയെ കം പढ़ रहे थे പൈസ അടയ്ക്കുന്ന സമയത്ത് വ്യക്തിയുടെ കയ്യിൽ എത്ര പൈസയാണ് കുറവ് ഉണ്ടായിരുന്നത് ആൻസർ നോക്കാം 10 30 25 20 10 രൂപ 30 രൂപ 25 രൂപ 20 രൂപ ഏതാണ് ആൻസർ ശരിയായിട്ടുള്ളത് ബീസ് അല്ലേ ബീസ് ആണ് ബീസ് പറഞ്ഞാൽ എത്രയാണ് 20 എട്ടാമത്തെ ചോദ്യം വ്യക്തി के पीछे कतार में खड़े लोग क्या कहकर चिल्ला रहे थे വ്യക്തി के पीछे ആ വ്യക്തിയുടെ പിന്നില് കഥാർമേഖടെ വരിയിൽ നിന്നിരുന്ന ആളുകൾ ക്യാ കഹക്കർ എന്ത് പറഞ്ഞാണ് ചില്ലാരഹേതെ ബഹളം വെച്ചിരുന്നത് വ്യക്തിയുടെ പിന്നിലായി വരിയിൽ നിന്നിരുന്ന ആളുകൾ ബഹളം വെച്ചു അല്ലെ എന്ത് പറഞ്ഞാണ് അവർ ബഹളം വെച്ചത് എന്നാണ് ചോദ്യം ജൽദി ജാവോ ജൽദി കരോ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ ജൽദി കരോ അല്ലെ ജൽദി കരോ വേഗമാകട്ടെ വേഗമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ബഹളം വെച്ചത് വേഗം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അല്ലെ ജൽദി ചലോ ആണോ അല്ല ജൽദി ആവോ എന്നാണോ അതും അല്ല ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ ജൽദി കരോ വേഗം ചെയ്യൂ വേഗം ചെയ്യൂ വേഗമാവട്ടെ വേഗമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ബഹളം വെച്ചത് नहीं वह 20 ही रुपये नहीं दे यह किसने कहा नहीं അല്ല വഹ് 20 ही रुपये नहीं दे അതൊരു 20 രൂപയായിരുന്നില്ല ये किसने कहा ഇത് പറഞ്ഞത് ആരാണ് അതൊരു 20 രൂപ ആയിരുന്നില്ല എന്ന് പറഞ്ഞത് ആരാണ് ലേഖികാനെ ലേഖികയാണോ അല്ല വ്യക്തിയാണ് ശരിയില്ലേ വ്യക്തിയാണ് അതൊരു 20 രൂപയായിരുന്നില്ല എന്ന് പറഞ്ഞത് ആ വരിയിൽ നിന്നിരുന്ന വ്യക്തിക്ക് 20 രൂപയുടെ കുറവുണ്ടായിരുന്നു ലേഖിക ആ 20 രൂപ നൽകി അയാളെ സഹായിച്ചു അല്ലെ അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് എന്ത് തിരിച്ചു നൽകുന്ന സമയത്ത് ലേഖിക അത് വാങ്ങാൻ നിരസിച്ചപ്പോൾ ആ വ്യക്തി എന്താണ് പറഞ്ഞത് അതൊരു 20 രൂപ ആയിരുന്നില്ല എന്ന് പറഞ്ഞു അടുത്തത് ദൂസരേ ദിൻ ബഹുത് तो सुबह छोटी बहन को क्यों दुकान जाना पड़ा दूसरे दिन അടുത്ത ദിവസം ബഹുത്ത് സുബഹ് അതിരാവിലെ അടുത്ത ദിവസം അതിരാവിലെ ചോട്ടി ബഹൻ കോ ചെറിയ സഹോദരിക്ക് ചോട്ടി ബഹൻ കോ ചെറിയ സഹോദരിക്ക് ക്യോം ദുകാൻ ജാനാ പടാ എന്തുകൊണ്ടാണ് കടയിലേക്ക് പോകേണ്ടി വന്നത് എന്തിനു വേണ്ടിയാണ് രണ്ടാമത്തെ ദിവസം അതിരാവിലെ ലേഖികയുടെ ചെറിയ സഹോദരി കടയിലേക്ക് പോയത് എന്നാണ് ചോദ്യം ആൻസർ നോക്കാം മിഠായി ലേനെ മിഠായി വാങ്ങാനാണോ അല്ല ഫോട്ടോ കോപ്പി ലേനെ അല്ലേ ഫോട്ടോ കോപ്പി എടുക്കാനാണ് സബ്ജി ലേനയാണോ അല്ല ചായ് ലേനയാണോ അല്ല അപ്പൊ എന്താണ് അതിന് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഫോട്ടോ കോപ്പി എന്താണ് ആൻസർ ഫോട്ടോ കോപ്പി ലേനെ लड़के ने युवती की फोटो कॉपी के पैसे जमा कर दिए यहाँ लड़के का मनोभाव क्या होगा लड़के ने युवती की फोटो कॉपी के पैसे ആ ലഡ്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു യുവാവ് ഒരു ആൺകുട്ടി എന്ത് ചെയ്തു യുവതിക്ക് ഫോട്ടോ കോപ്പിക്ക് പൈസ യുവതിയുടെ ഫോട്ടോ കോപ്പിയുടെ പൈസ ജമാ കർദി അടച്ചു യഹാം ലഡ്കെ കാ മനോഭാവ് ക്യാ ഹോഗ
ഇവിടെ ആ ആൺകുട്ടിയുടെ മനോഭാവം എന്താണ് എന്നാണ് ചോദ്യം. ഋണ, ക്രോധ്, ദുഃഖ്, സമഭാവന. ഋണ പറഞ്ഞ വെറുപ്പ്, ദേഷ്യം, ദുഃഖം, സമഭാവന. ഏതാണ് ശരി? സമഭാവനയാണ് അല്ലെ, സമത്വമാണ്, സമഭാവനയാണ് അവിടെ ശരിയായിട്ട് ഉള്ളത്. ലേഖിക കിസ്കെ ലിയേ അസ്പത്താൽ കെ ബാഹർ നികലി. ലേഖിക എന്തിനു വേണ്ടിയാണ് ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് ഇറങ്ങിയത്? റിപ്പോർട്ട് ലേനെ, ചായ് പീനെ, ഗാന ഗാനെ, ദവാ ലേനെ. എന്തിനാണ്? ചായ് പീനെ, ചായ കുടിക്കാൻ അല്ലെ. എന്തിനു വേണ്ടിയാണ് പുറത്തേക്ക് ഇറങ്ങിയത്? ചായ് പീനെ. ആരാണ് പുറത്തേക്ക് ഇറങ്ങിയത്? ലേഖിക. എവിടെ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങിയത്? ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെ. അസ്പത്താൽ സേ, ഹോസ്പിറ്റലിൽ നിന്ന്. ആര് പുറത്തിറങ്ങി? ലേഖിക പുറത്തിറങ്ങി. എന്തിനു വേണ്ടി? ചായ കുടിക്കാൻ വേണ്ടി അല്ലേ. അടുത്തത്, लेखिका से चाय वाले का व्यवहार कैसा था? लेखिका से चाय वाले का व्यवहार कैसा था? ലേഖികയോട് ചായക്കടക്കാരൻ്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? കൈസാദ, എങ്ങനെയായിരുന്നു? എങ്ങനെയുള്ള പെരുമാറ്റമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് ലേഖികയോട് എന്നാണ് ചോദ്യം. ക്രോധ്, ദേഷ്യത്തോടെയുള്ള പെരുമാറ്റം ആണോ? അല്ല. വ്യംഗ്യ, പരിഹാസത്തോടെയുള്ള പെരുമാറ്റം ആണോ? അതുമല്ല. സ്നേഹ്, ശരിയാണ് അല്ലേ. എങ്ങനെയുള്ള പെരുമാറ്റമായിരുന്നു? സ്നേഹത്തോടെയുള്ള പെരുമാറ്റമായിരുന്നു. സ്നേഹ്. എങ്ങനെയുള്ള പെരുമാറ്റമായിരുന്നു? സ്നേഹ്. इंसान के भीतर समर्पण लाने वाली ताकतवर मूल्य क्या है? इंसान के भीतर, മനുഷ്യന്റെ ഉള്ളിലുണ്ടാകേണ്ട ശക്തിവത്തായ, മൂല്യമുള്ള, വളരെയധികം മൂല്യമുള്ള ശക്തിവത്തായ കാര്യം എന്താണെന്നാണ് പറയുന്നത്? ഹിംസ, പ്രേം, ലാലച്ച്, ഗരീബി. ഏതാണ് ശരി? പ്രേം അല്ലേ, സ്നേഹം. എല്ലാവരുടെയും ഉള്ളിൽ എന്ത് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? സ്നേഹം ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. 15ാമത്തെ ചോദ്യം, ഇൻസാൻ കെ ഭീത്തർ സമർപ്പൺ ലാനെ വാലി താക്കത്വർ മൂല്യ ക്യാ ഹേ? സോറി, നമ്മളത് നേരത്തെ 14ാമത്തെ ക്വസ്റ്റ്യനും അത് തന്നെയാണ് വായിച്ചത്. 15 2 പ്രാവശ്യം ആവർത്തിച്ച് വന്നതാണ് കേട്ടത്. ഈ ക്വസ്റ്റ്യൻ തന്നെ 2 പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് 16ാമത്തെ നോക്കാം. ലേഖിക കെ ആകെ ഗഡേ രഹേ വ്യക്തി പരേശാൻ ഹോ ഗയാ ക്യോ? ലേഖിയുടെ ആകെ, ആകെ പറഞ്ഞ മുന്നിൽ, ലേഖിയുടെ മുമ്പിൽ നിന്നിരുന്ന വ്യക്തി പരേശാൻ ഹോഗയ, വിഷമത്തിലായി. എന്താണ് കാരണം? അയാൾ വളരെയധികം വിഷമത്തിലായി. എന്താണ് ലേഖിയുടെ മുന്നിൽ വരിയിൽ നിന്നിരുന്ന വ്യക്തി വിഷമത്തിലാവാനുള്ള കാരണം? 20 രൂപയെ നഹി മിൽ രഹാ, അദ്ദേഹത്തിന് 20 രൂപ ലഭിച്ചില്ല. 20 രൂപയെ, 20 രൂപ, നഹി മിൽ രഹാ, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആകെ വിഷമത്തിലായത്. വ്യക്തി की फोन पर बात सुनने पर लेखिका ने क्या किया? വ്യക്തി की फोन पर, വ്യക്തിയുടെ ഫോണിൽ, ബാത്ത് സുനനെ പർ, ലേഖികാനെ ക്യാ കിയ, അദ്ദേഹത്തിന്റെ ഫോണിലുള്ള സംഭാഷണം കേട്ടപ്പോൾ ലേഖിക എന്താണ് ചെയ്തത്? 20 രൂപയെ വ്യക്തിക്ക് ഓർ ബഡാ ദിയ, 20 രൂപ വ്യക്തിക്ക് നേരെ നീട്ടി. അദ്ദേഹം ഫോണിലൂടെ ആരോടോ പറയുന്നുണ്ടായിരുന്നു, 20 രൂപ ആവശ്യമുണ്ട്, പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു അല്ലേ. അത് കേട്ട ലേഖിക എന്ത് ചെയ്തു? 20 രൂപ അദ്ദേഹത്തിന് നേരെ നീട്ടി. ലേഖിക കോ പൈസ ലൗട്ടാത്തെ ഹുയെ വ്യക്തിനെ ക്യാ കഹാ? ലേഖികയ്ക്ക് പൈസ ലൗട്ടാത്തെ ഹുയെ, തിരിച്ചു നൽകിക്കൊണ്ട്, വ്യക്തിനെ ക്യാ കഹ, വ്യക്തി എന്താണ് പറഞ്ഞത്? ലേഖികയ്ക്ക് പൈസ തിരിച്ചു നൽകിക്കൊണ്ട് ആ വ്യക്തി പറഞ്ഞ കാര്യം എന്തായിരുന്നു? ധന്യവാദ്. എന്തായിരുന്നു പറഞ്ഞത്? ധന്യവാദ്, നന്ദി എന്നാണ് പറഞ്ഞത്. ചായ് വാലേ और दुकानदार के व्यवहार में क्या फर्क है? ചായക്കടക്കാരനും അതുപോലെ തന്നെ ദുക്കാൻദാർ, കടക്കാരനും തമ്മിലുള്ള സ്വഭാവത്തിന്റെ വ്യവഹാരമേ ക്യാ ഫർക്ക് ഹേ, എന്ത് വ്യത്യാസമാണുള്ളത്?
ചായക്കടക്കാരൻ്റെയും ദുക്കാൻദാറിൻ്റെയും സ്വഭാവത്തിന് എന്ത് വ്യത്യാസമാണുള്ളത് എന്നാണ് ചോദ്യം. ചായ് വാല മേ സമഭാവന ഹേ ആർ ദുക്കാൻദാർ മേ നിഹി ഹേ. ചായക്കടക്കാരനിൽ സമഭാവനയുണ്ട്, എന്നാൽ ദുക്കാൻദാർ കടക്കാരനിൽ അത് ഇല്ല. സാധാരണ लोगों का जीवन किन किन से ग्रस्त है? अभाव, बीमारी, गरीबी, दुख. സാധാരണ ലോഗോ കാ ജീവൻ കിൻ കിൻ സേ ഗ്രസ്ത് ഹേ എന്നാണ് ചോദ്യം. സാധാരണ ജനങ്ങളുടെ ജീവിതം എന്തൊക്കെയാണ് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക? അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? അഭാവ്, ബീമാരി, ഗരീബി, ദുഃഖ്. അഭാവം, രോഗം, ദാരിദ്ര്യം, ദുഃഖം. ഓക്കെ, അപ്പം അത്രയാണ് നമ്മുടെ വൺ വേർഡ് ക്വസ്റ്റ്യൻ വരുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ വായിച്ച് പഠിക്കുക, മീനിങ് മനസ്സിലാക്കുക. നിങ്ങൾ ക്ലാസ് ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. ഓക്കെ.